വിശുദ്ധ റമളാൻ വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെ നിലാവെട്ടം സമ്മാനിക്കുന്നു. സർവശക്തനായ അല്ലാഹുവിന്റെ പൊറുക്കലിന്റെയും വിട്ടുവീഴ്ചയുടെയും അനുഗ്രഹ സാന്നിധ്യത്തെ മനസ്സ് നിറച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസിയും അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവരെ നീ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നീ മാപ്പ് ചെയ്യണമേ. വിശുദ്ധ റമളാൻ ഇലാഹി ശിക്ഷയുടെ, അല്ലാഹുവിന്റെ കോപത്തിന്റെ അതിരുവിട്ട ഭയപ്പെടുത്തലുകളുടെ മാസമല്ല. പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് നല്ല മനുഷ്യനായി ജീവിക്കുവാൻ എനിക്കും സാധിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് റമളാനിന്റെ ദിനരാവുകൾ വിശ്വാസിക്ക് സമ്മാനിക്കുന്നത്. മനുഷ്യന്റെ ഇന്നലകൾ മറക്കാനാവാത്ത ഒരു ഘട്ടമാണത്. പക്ഷേ താൻ ചെയ്തുപോയ എന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ അനുഭവിച്ചു കഴിഞ്ഞ കർമ്മഫലങ്ങളെ ഇന്നും ആലോചിച്ച് തലപുണ്ണാക്കേണ്ടതില്ല. നാളെകളെ സന്തോഷകരവും സമാധാനപൂർണവുമാക്കുവാനുള്ള അധ്വാനങ്ങളുടെ നിർണായക സമയമാണ് ഇന്ന്. ഒരു ഭാവികാല പ്രതീക്ഷ ഇന്ന് നമുക്കുണ്ടാകണം. വിശുദ്ധ റമളാൻ നമ്മുടെ ശുഭകരമായ ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഇന്നേ ചെയ്യുവാൻ നമ്മെ ശീലിപ്പിക്കുന്നു. വിശ്വാസി അവന്റെ കർമ്മരംഗത്ത് നല്ല വിത്തുകൾ പാവുകയാണ്. അവകൾ വളർന്ന് പാകമാവുന്ന ഒരു നല്ല ഭാവി അവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, അതിനായി അധ്വാനിക്കുന്നു. വിശ്വാസിയുടെ കൃഷിയിടമാണ് ഭൗതിക ജീവിതം. അവൻ ഈമാനെന്ന വിത്തുപാകുന്നു. സൽക്കർമ്മങ്ങളാകുന്ന കൊച്ചരുവികളിലൂടെ അവകൾ നനയുന്നു. ദുഷ്പ്രവർത്തനങ്ങളെന്ന കളകളും ഉപദ്രവകാരികളായ ചെടികളും പറിച്ചുമാറ്റുന്നു. അങ്ങനെ ഒരു നല്ല നാളേക്കു വേണ്ടി വിശ്വാസി പ്രതീക്ഷയോടെ ഇന്ന് പണിയെടുക്കുന്നു. നബിയെ എന്ന് പറയുക, സ്വശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാവരുത്. നിശ്ചയം അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നവനാണ്. നിശ്ചയം അവൻ തന്നെയാണ് കൂടുതൽ മാപ്പ് ചെയ്യുന്നവനും പരമകാരുണികനും. ശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ അതിവിശാലമായ അനുഗ്രഹങ്ങളിലേക്ക് പ്രതീക്ഷയുണർത്തുന്ന, ആഗ്രഹം ജനിപ്പിക്കുന്ന എത്രയോ ആയത്തുകളും തിരുവചനങ്ങളുമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കും. 1000 വർഷം അവൻ അതിൽ ശിക്ഷയനുഭവിച്ച് കഴിഞ്ഞുകൂടും. അപ്പോഴും നരകത്തിൽ കിടന്നുകൊണ്ടവൻ യാ ഹന്നാൻ, യാ മന്നാൻ, യാ അല്ലാഹ് എന്നിങ്ങനെ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എന്റെ സമക്ഷത്തിൽ കൊണ്ടുവരുവിൻ എന്ന് ആജ്ഞ പുറപ്പെടുവിക്കും. അല്ലാഹുവിന്റെ സന്നിധിയിൽ അവൻ കൊണ്ടുവരപ്പെടും. ഇപ്പോൾ നിന്റെ അവസ്ഥ എങ്ങനെയെന്ന് അല്ലാഹു അവനോട് ചോദിക്കും. അങ്ങേയറ്റം സങ്കടകരമായ ഒരവസ്ഥയിലാണ് ഞാൻ ഉള്ളത് എന്ന് അന്നേരം അയാൾ മറുപടി പറയും. ഇവനെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് ആ സ്ഥാനത്തേക്ക് തന്നെ അവനെ മടക്കുക എന്ന് അല്ലാഹു കൽപ്പിക്കും. നരകത്തിന്റെ ഭാഗത്തേക്ക് തന്നെ അവനെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ അല്പം നടന്നതിന് ശേഷം അയാൾ തിരിഞ്ഞു നോക്കും. നീ എന്താ തിരിഞ്ഞു നോക്കിയത് എന്ന് അല്ലാഹു അവനോട് ചോദിക്കും. നരകത്തിൽ നിന്ന് പുറത്തിറക്കിയ സ്ഥിതിക്ക് ഇനി നീ എന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചയക്കില്ല എന്നായിരുന്നു നിന്നെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ എന്ന് അയാൾ മറുപടി പറയും. ഇത് കേൾക്കുമ്പോൾ അയാളെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവിൻ, കാരണം അയാൾ എന്നിൽ പ്രതീക്ഷയർപ്പിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹു പറയും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ഇദാ അദ്നബൽ അബ്ദു ദംബൻ ഫസ്തഗ്ഫറല്ലാഹ യഖൂലുല്ലാഹു അസ്സ വജല്ല ലിൽ മലായികതി ഉൻദുറൂ ഇലാ അബ്ദി
أذنب ذنبا فعلم أن له ربا يغفر الذنوب أشهدكم أني قد غفرت له. ഒരാൾ പാപം ചെയ്തു പോയി. അതിന് പരിഹാരമായി അയാൾ അല്ലാഹുവിനോട് പാപമോചനം തേടി. അപ്പോൾ അല്ലാഹു അവന്റെ മലക്കുകളോട് പറയും, നിങ്ങൾ എന്റെ ദാസനിലേക്ക് നോക്കൂ. അവൻ പാപം ചെയ്തു പോയി, പക്ഷേ അവന്റെ പാപങ്ങൾ പൊറുക്കുന്ന ഒരു റബ്ബ് അവനുണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ എന്നോട് പാപമോചനം തേടി. നിങ്ങളെ എല്ലാവരെയും സാക്ഷിയാക്കി ഞാനൊരു കാര്യം പറയുന്നു, അവന്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു.